ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും തഖ്വയോടുകൂടി ക്രമീകരിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അർഹമുർ റഹീമീനായ ജഗന്നിയന്താവായ തമ്പുരാൻ അവന്റെ സ്നേഹവും പൊരുത്തവും കരസ്ഥമാക്കി വിജയിക്കാൻ കഴിയുന്ന സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളിൽ വളരെ സവിശേഷമായ ചില വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സഹോദരങ്ങളുടെ മുമ്പിൽ സംസാരിച്ചത്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, നമ്മുടെ ചുറ്റുപാട്, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ, ധാർമ്മിക, നൈതിക, സദാചാര മേഖലകളൊക്കെ പല അർത്ഥത്തിൽ ജീർണിച്ചഴുകിയ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മേൽ പറയപ്പെട്ട എല്ലാ മേഖലകളെയും രൂപീകരിച്ചും ക്രമീകരിച്ചും നിലനിർത്തിയും തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതായിരുന്നു ഒന്നാമത്തെ ഖുതുബയുടെ സാരാംശം. അതിനുശേഷം മേൽ പറയപ്പെട്ട ഏതെല്ലാം പ്രതിസന്ധികളും ഏതെല്ലാം വൈതരണികളും നമുക്ക് മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോഴും ഓരോ സത്യവിശ്വാസിയും ഒരു വ്യക്തി എന്ന തലത്തിൽ ജീവിതത്തിൽ പാലിക്കേണ്ട ചില സൂക്ഷ്മതകളുണ്ട്. അവന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവൻ ജാഗ്രത പാലിക്കേണ്ട ചില ചൂണ്ടുപലകകൾ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ്, ബാദിറു ബിൽ അഅ്മാലി സ്വാലിഹ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മുന്നേറേണ്ടതുണ്ട്, നിങ്ങൾ അമലുസ്വാലിഹാത്തുകൾ കൊണ്ട് ജീവിതത്തെ മനോഹരമായി അലങ്കരിച്ചെടുക്കേണ്ടതുണ്ട്, നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്, അള്ളാഹുവിനെയും നിങ്ങളെയും നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം നിങ്ങൾ ഭയപ്പെടണം, എല്ലാത്തിനെയും മറപ്പിച്ചു കളയാവുന്ന സമ്പന്നതയും നിങ്ങൾ ഭയപ്പെടണം, നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോയേക്കാവുന്ന ഇണകളെയും മക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാത്തിനെയും മറന്നുപോയേക്കാവുന്ന സ്ഥലകാല ബോധങ്ങളൊക്കെയും അസ്തമിച്ചു പോയേക്കാവുന്ന വാർദ്ധക്യത്തെ നിങ്ങൾ ഭയപ്പെടണം, ദജ്ജാലിനെ നിങ്ങൾ ഭയപ്പെടണം. ഒരുപക്ഷെ നിങ്ങളുടെ കാലഘട്ടത്തിൽ ദജ്ജാല് വന്നേക്കാം, വരാതിരിക്കാം. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ ദജ്ജാലിനോടൊപ്പം ചേരുന്നവരിൽ പെടാതിരിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഇസ്തിഖാമത്തിനും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വളരെ പെട്ടെന്ന് സംഭവിച്ചേക്കാവുന്ന മരണം നിങ്ങൾ നിലച്ചിരിക്കാതെ, എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ എന്നൊന്നും ആർക്കും നിശ്ചയമില്ലാത്ത അള്ളാഹുവിന്റെ മുൻകടന്ന വിധി, അതിനെയും നിങ്ങൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഈ 5 ഭാഗങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളെ ഉണർത്തിയത്. ഇനി അതിനൊരു തുടർച്ചയെന്നോണം നമ്മൾ പഠിച്ചിരിക്കേണ്ട വലിയ ഒരു പാഠം, മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ സുഖദുഃഖ സമ്മിശ്രമാണ്. ലോകത്ത് ഒരു മനുഷ്യനും സുഖങ്ങൾ മാത്രം അള്ളാഹു നൽകിയിട്ടില്ല, ലോകത്ത് ഒരു മനുഷ്യനും ദുഃഖങ്ങൾ മാത്രവും അള്ളാഹു നൽകിയിട്ടില്ല. സുഖദുഃഖ സമ്മിശ്രമായ, ബാഹ്യമായി ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങൾ മാത്രം ആചരിച്ചു പോകുന്ന ആളുകളുണ്ടാകും. പക്ഷെ അവർ ആന്തരികമായി ഒരുപക്ഷെ അവരുടെ കുടുംബത്തിന്റെ അകത്ത്
ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പുറത്ത് പറയാൻ പോലും പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പൊ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതം പരീക്ഷണമാണ് എന്നതുകൊണ്ട് നടപ്പിലാക്കിയ ഒരു വ്യവസ്ഥയാണ്. ഈ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സാഹചര്യത്തിൽ മനുഷ്യർ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ച് അള്ളാഹുവിന് അറിയണം. ഓരോ മനുഷ്യന്റെയും നിലപാടുകൾ അവന് ലഭ്യമായ സുഖാനുഭൂതികളുടെ കാര്യത്തിൽ അവരെടുക്കുന്ന നിലപാടുകൾ ദുഃഖവും പരീക്ഷണങ്ങളും വൈതരണികളെയും നേരിടേണ്ടി വരുമ്പോൾ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ, ഇതിനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം അതിനനുസരിച്ചാണ് ഈ മനുഷ്യന് അവന്റെ പരലോക ജീവിതത്തിന്റെ വിജയവും പരാജയവും ഏൽപ്പിച്ചു കൊടുക്കാനുള്ളത്. അഥവാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയെയും ഇതിനെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തിൽ മനുഷ്യർക്ക് പാളിച്ചകൾ പറ്റും. ദുനിയാവിലെ ജീവിതം മനുഷ്യന് തിരുത്താൻ അവസരമുള്ളതാണ്. ദുനിയാവിലെ ജീവിതത്തിൽ മനുഷ്യർക്ക് തിരുത്താനുള്ള ഒരുപാട് അവസരങ്ങൾ അവന്റെ മരണത്തിന് മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. പക്ഷെ മരണാനന്തര ജീവിതത്തിൽ തിരുത്താനുള്ള അവസരമില്ല. മരണാനന്തര ജീവിതം ഈ ദുനിയാവിൽ അവന്റെ ജീവിതത്തിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ളതാണ്. അണു അളവ് വിട്ടുപോകാതെ, ആരോടും അനീതി കാണിക്കാതെ. അതിന്റെ ആരംഭം എന്ന് പറയുന്നത് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വിധേയനാക്കപ്പെടുന്ന സാഹചര്യത്തിൽ വലത് കൈയിലും ഇടത് കൈയിലും കർമ്മപുസ്തകങ്ങൾ നൽകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, നമുക്കത് സുപരിചിതമാണ്, ആ വർത്തമാനങ്ങളൊക്കെ നമുക്കറിയാം. മനുഷ്യൻ അത്ഭുതപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. എന്തൊരു ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ നൽകിയിട്ടുള്ളത്, എന്തൊരു അത്ഭുതമാണ് എന്റെ കർമ്മപുസ്തകം. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ചെറുതും വലുതുമായ ഒരു കാര്യവും അള്ളാഹുവിന്റെ മാലാഖമാർ എന്റെ ജീവിതത്തിൽ നിന്ന്, അത് പോട്ടെ, അത് അവൻ കുഴപ്പമില്ല, മാറ്റിവെച്ചിട്ടില്ല. എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിന്റെയും കർമ്മഫലം എന്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കുന്നു. അഥവാ തിരുത്താൻ മനുഷ്യന് യാതൊരു സാധ്യതകളുമില്ലാത്ത, അള്ളാഹുവിന്റെ മലക്കുകൾ, മരണത്തിന്റെ മാലാഖമാർ കടന്നു വരുമ്പോൾ മനുഷ്യൻ ചോദിക്കും, എനിക്കൊരല്പം കൂടി അവസരം തരൂ. കേണപേക്ഷിക്കും, എനിക്കൊരല്പം കൂടി അവസരം തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ നന്മകളൊക്കെ ചെയ്തിട്ട് ഞാനൊരല്പം കൂടി നന്മയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇതെനിക്ക് ബോധ്യപ്പെടുന്നു, എന്റെ മരണം എന്റെ മുമ്പിലേക്ക് വന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നു. നിങ്ങൾ ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത മരണത്തിന്റെ മാലാഖമാരാണല്ലോ എന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ എനിക്കൊരല്പം കൂടി സമയം താ. പക്ഷേ ഒരാത്മാവിനും അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല, തീരുമാനിക്കപ്പെട്ട അവധിയുണ്ട്. ആ അവധിയിൽ നിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ തിരുത്താൻ കഴിയാത്ത കർമ്മഫലങ്ങൾ മാത്രം ആസ്വദിക്കാനുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നത്, ഈ ദുനിയാവിലെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ തിരുത്താനുള്ള അവസരമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് ഒരുപാട് പണികളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു, നമ്മൾ തൊഴിലെടുക്കുന്നു, നമ്മുടെ കുടുംബാദികളുമായിട്ട് നമ്മൾ സഹവസിച്ചു, എന്തെല്ലാം പണികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പണികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു പണിയും വേറെ ഒരു പണിയും ചെയ്യാത്ത ഇബ്ലീസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഇബ്ലീസിന് ഉറങ്ങേണ്ട ആവശ്യമില്ല, ഇബ്ലീസിന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല,
ഇബ്ലീസിന് ഏതെങ്കിലും ഒരു പരിപാടികളിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, സമയം വേറെ ഒന്നിനും മാറ്റി വെക്കണ്ട, മനുഷ്യനെ എങ്ങനെങ്കിലും വഴിതെറ്റിച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമാണ് നമ്മളെ 24 മണിക്കൂറും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്ലീസുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇബ്ലീസ് മനുഷ്യന്റെ ഇടയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മളൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കൂ, നമ്മൾ ജീവിക്കുന്നത് ഇബ്ലീസുകളുടെ ഇടയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മനുഷ്യന് വീഴ്ചകൾ പറ്റും, മനുഷ്യൻ അല്ലാഹുവിനെ മറന്നുപോകും, മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ അലങ്കാരങ്ങൾക്ക് മേൽ അവൻ വിസ്മയം കൊണ്ട് മുന്നോട്ട് പോകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ചില തിരുത്താനുള്ള അവസരങ്ങൾ നമുക്ക് തരും. ആ തിരുത്താനുള്ള അവസരങ്ങൾ എന്ന് പറയാൻ ചില ഉത്ബോധനങ്ങളായിരിക്കും, ചിലപ്പോ ചില മനുഷ്യർ അനുഭവിക്കുന്ന അസുഖങ്ങളായിരിക്കും, ചിലപ്പോൾ ചില പ്രകൃതി ദുരന്തങ്ങളായിരിക്കും, ചിലപ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നായിരിക്കും. ഇതൊക്കെ അവസരങ്ങളാണ്, തിരിച്ചറിവുകളാണ്. പക്ഷെ ഈ തിരിച്ചറിവുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിസ്ഥാനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ മറന്ന് മുന്നോട്ട് പോകുന്ന ചില ഘടകങ്ങളുണ്ട്, നിങ്ങളെ അള്ളാഹുവിനെ മറക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ. ആ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന, മനുഷ്യർക്ക് അലങ്കാരമാക്കി തന്നിരിക്കുന്നു. സുയ്യിന ലിന്നാസ്, മനുഷ്യർക്ക് അലങ്കാരമാക്കി തന്നു. എന്ത്? ഹുബ്ബു ശഹവാതി മിനൻ നിസാ, തങ്ങളുടെ ഇണകളോടുള്ള അവരുടെ വൈകാരികമായ സ്നേഹം. കേവല സ്നേഹമല്ല, കേവലം സ്നേഹമാണെങ്കിൽ ഹുബ്ബ് എന്ന് മാത്രം പ്രയോഗിച്ചാൽ മതി. വൈകാരികമായ അടുപ്പവും വൈകാരികമായ സ്നേഹവും, തലച്ചോറ് കൊണ്ടും സ്നേഹിക്കും, ഹൃദയം കൊണ്ടും സ്നേഹിക്കും. ഈ രണ്ട് സ്നേഹവും കൂടിച്ചേരുന്നതാണ് ഇണകളോടും വൽ ബനീൻ, മക്കളോടുമുള്ള സ്നേഹം. ദുനിയാവിലെ ചില തലക്കെട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് കേന്ദ്രീകരിക്കുന്ന, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില കൊച്ചു കൊച്ചു വർത്തമാനമല്ല, ചില തലക്കെട്ടുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളോടുള്ള സ്നേഹം, നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹം, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ കൂമ്പാരങ്ങൾ, സമ്പത്തിനോടുള്ള സ്നേഹം, ബാങ്ക് ബാലൻസിനോടുള്ള സ്നേഹം, സ്ഥലത്തോടുള്ള സ്നേഹം, കെട്ടിടങ്ങളോടുള്ള സ്നേഹം, വീടിനോടുള്ള സ്നേഹം. സമ്പത്ത് എന്ന അർത്ഥത്തിൽ എന്തെല്ലാം എടുത്തു പറയാമോ അതിനോടൊക്കെയുള്ള സ്നേഹം നിങ്ങൾക്ക് അല്ലാഹു അലങ്കാരമാക്കി തന്നിരിക്കുന്നു. മാത്രമല്ല വൽ ഖൈലിൽ മുസവ്വമ, നല്ല മേൽത്തരം വാഹനങ്ങൾ, നല്ല വാഹനങ്ങളോടുള്ള മേൽത്തരം കുതിരകൾ, നല്ല വാഹനങ്ങൾ. ആരാണ് ഇഷ്ടപ്പെടാത്തത്? എല്ലാ മനുഷ്യന്റെയും സ്വപ്നമാണ് സ്വന്തമായിട്ട് വീടുണ്ടാകണം, സ്വന്തമായി വാഹനം ഉണ്ടാകണം, സ്വന്തമായി കുടുംബം ഉണ്ടാകണം. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും ഒരു ചെറിയ ലോകം കൂടിയാണ് അത് യഥാർത്ഥത്തിൽ. അപ്പൊ നിങ്ങൾക്ക് അലങ്കാരമാക്കി തന്ന ഈ സ്നേഹം നിങ്ങളുടെ വാഹനങ്ങളോട്, നിങ്ങളുടെ വീടുകളോട്, നിങ്ങളുടെ തോട്ടങ്ങളോട്, നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ മക്കളോട്, മാത്രമല്ല വൽ അൻആമി വൽ ഹർസ്, നിങ്ങളുടെ ബിസിനസ് സംവിധാനങ്ങളോട്, നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ തൊഴിലെടുക്കുന്ന നിങ്ങളുടെ തൊഴിലിനോട്, തൊഴിലിടങ്ങളോട്, നാൽക്കാലികളോട്, നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളോടുള്ള നിങ്ങളുടെ സ്നേഹം, ഇതൊക്കെ എന്താക്കി തന്നു? അലങ്കാരമാക്കി തന്നു. ആ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട ഏറ്റവും കാതലായ ഒരു പ്രയോഗം. എന്ത്? സുയ്യിന ലിന്നാസ്, നിങ്ങൾക്ക് നാം അലങ്കാരമാക്കി തന്നതാണ്, ലക്ഷ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ ഇണകളെ സ്നേഹിച്ചോളൂ, മക്കളെ സ്നേഹിച്ചോളൂ, സമ്പത്തിനെ സ്നേഹിച്ചോളൂ, വീടിനെ സ്നേഹിച്ചോളൂ, തോട്ടങ്ങളെ സ്നേഹിച്ചോളൂ, വരുമാന മാർഗങ്ങളെ സ്നേഹിച്ചോളൂ. അത് ലക്ഷ്യമല്ല, അത് അലങ്കാരമാണ്. നമ്മൾ അലങ്കാരങ്ങൾ അണിയുന്നവരാണ്. മലയാള ഭാഷയിലെ അലങ്കാരം അണിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കുന്നവരാണ്, അല്ലെങ്കിൽ പല ചമയങ്ങൾ അണിയുന്നവരാണ്. അത് കാലാകാലം ഒരുപോലെ അണിയൂലല്ലോ, ഒരു പരിധി കഴിഞ്ഞാൽ അഴിച്ചു നോക്കാനുള്ളതാണ്. അലങ്കാരങ്ങളൊന്നും സ്ഥിരമായി കൊണ്ടു നടക്കാനുള്ളതല്ല. അലങ്കാരങ്ങൾക്ക് ഒരു നിർണിതമായ ഒരു ബൗണ്ടറി ലൈൻ ഉണ്ട്. ആ ബൗണ്ടറിയിൽ നിർത്താനുള്ളതാണ് അലങ്കാരം.
നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്വർണ്ണാഭരണങ്ങൾ അലങ്കാരമാണ്. എന്താ നമ്മൾ പുരുഷന്മാര് സ്വർണ്ണാഭരണങ്ങൾ അണിയാത്തത്? എന്താണ് സ്വർണ്ണാഭരണങ്ങൾ പുരുഷന്മാർ അണിയാത്തത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ബൗണ്ടറി അല്ലാഹു തീരുമാനിച്ചു, നിങ്ങൾ സ്വർണം അണിയേണ്ടതില്ല. എന്താണ് ഈ അലങ്കാരത്തിന്റെ ലക്ഷ്യം? അലങ്കാരങ്ങൾ അണിഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്വർണ്ണാഭരണങ്ങൾ അലങ്കാരമാണ്. സ്ത്രീ സമൂഹം സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നവരാണ്. ഒരുപാട് തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ, പവൻ കണക്കിന് സ്വർണ്ണാഭരണങ്ങൾ കാതിലും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ കൈവിരലുകളിലും ഒക്കെ അണിഞ്ഞു നടക്കും. ശരീരത്തിന് എന്തെങ്കിലും ഒരു ഗുണം ആഭരണം അലങ്കാരം അണിഞ്ഞതുകൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ശരീരത്തിന് യാതൊരു ഗുണവുമില്ല. 10-20 ലക്ഷം രൂപയുടെ ആഭരണം അണിഞ്ഞ് ഒരു സ്ത്രീ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അത്രയേറെ മൂല്യമുള്ള ആഭരണം അണിഞ്ഞു എന്നതിന്റെ ശരീരത്തിനൊരു ഗുണവും കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ കിട്ടിയത്? ആത്മാവിനാണ്, മനസ്സിനാണ്. ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്, സന്തോഷം കിട്ടിയിട്ടുണ്ട്, സംതൃപ്തി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആത്മാവിന് മനസ്സിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അലങ്കാരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അലങ്കാരങ്ങൾ ഒരിക്കലും ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ ലളിതമായ ഉദാഹരണം പറയുമല്ലോ, നമ്മളൊരു കല്യാണം നടത്തുകയാണെങ്കിൽ 11:30 മണിക്ക് നിക്കാഹിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാഹനം വിളിക്കുന്നു. 11:30 മണിക്ക് നമുക്ക് നിക്കാഹിന് എത്തിച്ചേരണം. രാവിലെ തന്നെ വലിയൊരു വാഹനം കൊണ്ടുവന്ന് അലങ്കാരപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:30 മണി 12 മണിയായിട്ടും അലങ്കാരം കഴിഞ്ഞിട്ടില്ല. ഈ വാഹനം അലങ്കരിക്കലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആ വാഹനം കൊണ്ട് എത്തേണ്ട സമയത്ത് എത്തേണ്ടിടത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷെ അലങ്കാരപ്പണികൾ നിർവഹിച്ച് നിന്ന് ലക്ഷ്യം മറന്നുപോയി ഈ വാഹനം വാടകയ്ക്കെടുത്ത ആളുകൾ എങ്ങനെ ഉണ്ടാകുന്നത്? ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം എന്ന് പറയും. നമ്മൾ പലതിനെയും നമ്മളിങ്ങനെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ആ സ്നേഹം പക്ഷെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യബോധം, അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാനുള്ള, അതാണല്ലോ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയതിന് ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഇത് എന്റേതല്ല, അല്ലെങ്കിൽ ഞാൻ സ്വയം നേടിയെടുത്തതല്ല, എന്റേതാണ് എന്ന് കരുതി എനിക്ക് കാലാകാലം കൊണ്ടു നടക്കാനുള്ളതല്ല. നേരെ മറിച്ച് ഇത് എനിക്ക് എന്റെ റബ്ബ് നൽകിയിട്ടുള്ള ഔദാര്യമാണ്. ആ ഔദാര്യം നൽകിയതിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്നറിയലാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് നൽകിയ നമ്മുടെ മക്കളും ഇണകളും മാതാപിതാക്കളും സഹോദരങ്ങളും സമ്പത്തും തോട്ടങ്ങളും വാഹനങ്ങളും വീടിന്റെ മുമ്പിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നുള്ള ബോർഡ് വെച്ചതുകൊണ്ടല്ല. അത് പലരും വെക്കാറുണ്ട്. നല്ല ഭംഗിയായി മനോഹരമായി എഴുതിയ കാലിഗ്രാഫി ഒക്കെ കൊണ്ടുവന്ന് അലങ്കരിക്കാറുണ്ട്. അതും അലങ്കാരമാക്കി എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഏതൊന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യബോധത്തെ കുറിച്ച് പഠിപ്പിച്ചത് അതും നമ്മൾ അലങ്കാരമാക്കി വെച്ചു. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. അത്ര അല്ലല്ലോ അത്. ഞാൻ നന്ദി കാണിക്കുന്നവനാണോ അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. അതാണ് അതിന്റെ ലക്ഷ്യം. അവിടെ പോലും നമ്മളത് മാറ്റിവെച്ചു. ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മുമ്പിലേക്ക് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറെ കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി കാണണം. ഏത് നിമിഷവും നമുക്ക് സംഭവിച്ചേക്കാവുന്നത്, ഏത് നിമിഷവും നമ്മെ തളർത്തി കളഞ്ഞേക്കാവുന്നത്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആർക്കും മുൻകൂട്ടി നിർണയിക്കാൻ കഴിയാത്ത ഒരു പ്രഹേളികയാണ് മനുഷ്യന്റെ ജീവിതം. വളരെ നിസ്സാരമായ ഒരു രോഗാണുവിനെ അവനെ കീഴ്പ്പെടുത്തി കളയാൻ കഴിയും, അവനെ നിസ്സാരനാക്കി കളയാൻ കഴിയും. അപ്പൊ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, ഈ ദുനിയാവിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഇടമായിട്ടാണ് ദുനിയാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. പരലോകത്തെ എന്നിട്ട് തിരുത്താൻ പറ്റൂലല്ലോ. ആ സമയത്ത് നമ്മൾ നഖം കടിക്കുക എന്നതിനപ്പുറം, കൈവിരല് കടിക്കുക എന്നതിനപ്പുറം നശിച്ചുപോലെ യാ ഹസ്രത്ത യാ വൈലത്ത, അങ്ങനെയാണ് ചില പ്രയോഗങ്ങൾ. ഞാൻ നശിച്ചു പോയല്ലോ, എന്തൊരു നാശമാണിത്,
എനിക്കിനി ഒന്നും ചെയ്യാനില്ലല്ലോ, ഞാൻ ഭൂമിയിൽ വെച്ച് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ. അങ്ങനെ മനുഷ്യൻ വിലപിക്കുന്ന അവസരങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയാം. ഞാൻ പറഞ്ഞത് ഈ ദുനിയാവ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അദ്ദുനിയ ഖുൽവത്തുൻ ഖമിറ. ദുനിയാവ് നല്ല പച്ചയാണ്, മധുരമുള്ളതുമാണ്. ദുനിയാവിലെ അലങ്കാരങ്ങൾക്ക് എല്ലാത്തിനും മനോഹാരിതയുണ്ട്. പക്ഷെ ആ ദുനിയാവിലെ അലങ്കാരങ്ങൾ നിങ്ങൾ നിങ്ങൾ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ദുനിയാവിന്റെ പിന്നാലെ സഞ്ചരിച്ചിട്ട് അവസാനം ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടത്തിലേക്കാണ് അവൻ പോയത്. കാരണം അവന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചു എന്നല്ല, വിശുദ്ധ ഖുർആൻ വളരെ ഗണ്യമായ വർത്തമാനം കൊണ്ട് ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹു ഇശ്തറാ, അല്ലാഹു വില കൊടുത്ത് വാങ്ങി മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന്. സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹ്ക്ക് വേണ്ടത് എന്തേ വേണ്ടു? അൻഫുസഹും വഅംവാലഹും, അവരുടെ നെഫ്സുകളും അവരുടെ സമ്പത്തും വില കൊടുത്ത് മേടിച്ചു. പകരം അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തന്നേക്കാം. ചെറിയ ലാഭത്തിനല്ല അള്ളാഹു ഇത് വാങ്ങിച്ചത്. നമുക്ക് വലിയ ഒരു ലാഭം, സ്വർഗം എന്ന് പറയുന്ന അതിമഹത്തായ ഒരു ലാഭം നൽകിയിട്ട് ഇതൊക്കെ അള്ളാഹു പകരം മേടിച്ചു. പകരം മേടിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു. മേടിച്ചിട്ട് കൊണ്ടുപോയില്ല. അങ്ങനെയുണ്ടല്ലോ, വിൽപ്പന നടന്ന ചരക്ക് വാങ്ങിച്ചവന് കൊണ്ടുപോകാൻ അവകാശമുണ്ട്. നമ്മൾ വിറ്റ് കഴിഞ്ഞ നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയില്ല. പകരം അള്ളാഹു പറഞ്ഞു, ഉടമസ്ഥൻ ഞാനാണ്, നിങ്ങൾക്ക് സ്വർഗം പകരം തരാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളുക? നിങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത് ഉടമസ്ഥന്റെ തൃപ്തിയാണ്. എന്ത് ലളിതമാണ്, എത്ര സുതാര്യമാണ് ഇസ്ലാമിന്റെ ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിൽ നിന്ന് വില വാങ്ങി വിറ്റ് കഴിഞ്ഞ ഒരു സാധനത്തില് നമുക്ക് പിന്നെ എന്ത് അധികാരമാണുള്ളത്? വിറ്റവന് പിന്നെ അധികാരമില്ലല്ലോ, വാങ്ങിയവനല്ലേ അധികാരമുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന വർത്തമാനം ഇതാണ്: ഈ ദുനിയാവിലെ കുറെ വിഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു, അതിനോടൊക്കെയുള്ള സ്നേഹം നിങ്ങൾക്ക് അലങ്കാരമാക്കി തന്നു. പക്ഷെ അലങ്കാരം എന്തേ നിങ്ങൾ ലക്ഷ്യമായി മനസ്സിലാക്കി കളഞ്ഞു. അലങ്കാരം ഒരു സമയം കഴിഞ്ഞാൽ അഴിച്ചു വെച്ച് പോകണ്ടേ? അഴിച്ചു മാറ്റി വെക്കണമല്ലോ. ഇപ്പോ ആത്മാവിന്റെ അലങ്കാരമാണ് ശരീരം, ആത്മാവിന്റെ വസ്ത്രമാണ് ശരീരം. ആത്മാവിന് ഈ വസ്ത്രമാകുന്ന, ശരീരമാകുന്ന വസ്ത്രം അല്ലെങ്കിൽ ശരീരമാകുന്ന അലങ്കാരം എവിടെ നിന്നാണ് കിട്ടിയത്? ദുനിയാവിൽ നിന്നാണ്. ദുനിയാവിലെ പല വിഭവങ്ങളും തിന്ന് സമ്പാദിച്ചു കൂട്ടിയതാണ്. അതുകൊണ്ടാണല്ലോ ഈ അലങ്കാരം ആത്മാവിന് ആവശ്യമില്ലാത്തൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആത്മാവിന്റെ ലോകത്തേക്ക് പോകുമ്പോ ദുനിയാവിൽ നിന്ന് തിന്ന് സമ്പാദിച്ച ഈ ശരീരത്തെ ദുനിയാവിന് തന്നെ വിട്ടുകൊടുക്കുന്നത്. നമ്മുടെ മുമ്പിൽ ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കാവുന്ന ഒരുപാട് വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ ദാലിക മതാഉ ദുനിയ, ഇതൊക്കെ ദുനിയാവിന്റെ പരിമിതമായ വിഭവങ്ങളാണ്. ഇതെല്ലാവർക്കും ഒരേ അളവിലോ അല്ലെങ്കിൽ എല്ലാവർക്കും കാലാകാലത്തേക്ക് വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. ഏറ്റവും നല്ല വിഭവമുള്ളത് എവിടെയാണ്? വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അള്ളാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും നല്ല വിഭവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്. അപ്പൊ നല്ല വിഭവത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ വഴിനീളെ കിട്ടിയതൊക്കെ പെറുക്കി കൂട്ടിയിട്ട് നമ്മളൊരു വാഹനത്തിൽ കയറി യാത്ര ചെയ്യാൻ പോകുകയാണെന്ന് കൂട്ടുക. നമുക്ക് ആ വാഹനത്തിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ അതിന്റെ ചുറ്റുപാടിൽ നിന്ന് കുറെ സാധനങ്ങൾ നമുക്ക് ശേഖരിക്കാം. നമ്മളങ്ങനെ ആ സഞ്ചിയിൽ ഇങ്ങനെ ശേഖരിച്ച് ആവശ്യമില്ലാത്ത കുറെ കച്ചറയൊക്കെ വാരി കൂട്ടിയിട്ട് സഞ്ചി നിറച്ച അവസാനം വാഹനത്തിന്റെ വാതിൽ പോലും കടക്കാത്ത കോലത്തില് നമ്മൾ കൊണ്ടുപോയാൽ യഥാർത്ഥത്തിൽ ആ സഞ്ചിയുമായിട്ട് നമ്മൾ പോകേണ്ടത് വാഹനം എത്തേണ്ട മറ്റൊരു സ്ഥലത്തേക്കാണ്.
ആ വാഹനം എത്തുന്നിടത്ത് നല്ല മനോഹരമായ വിഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വളരെ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ലഗേജ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വില കുറഞ്ഞ ചരക്കിനെ, ദുനിയാവിനെ, അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു ഒരിക്കൽ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആട്ടിൻകുട്ടി ചത്ത് കിടക്കണം. ചത്ത് കിടക്കുന്നു എന്ന് മാത്രമല്ല, ആട്ടിൻകുട്ടിയുടെ ചെവി മുറിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ചെവി മുറിഞ്ഞ ആട്ടിൻകുട്ടിയെ അറബികൾ ദുശ്ശകുനമായി കണ്ടിരുന്നതാണ്. അത് ചില കാരണങ്ങളുടെ പേരിൽ ചെവി മുറിച്ചങ്ങനെ വിടുന്നതാണെന്നാണ്. ഈ ചത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ ശരീരം കണ്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ച് അടുത്ത് നിർത്തി ചോദിച്ചു, ഈ ചത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ ശരീരം നിങ്ങളിൽ ആരെങ്കിലും നല്ല വില കൊടുത്ത് വാങ്ങാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഇനിയൊരു ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് കുഴിച്ചിടാന്നല്ലാതെ, കാരണം ചത്തതാണല്ലോ, അതിനെ തിന്നാൻ പോലും കഴിയില്ല. യാതൊരു ഉപയോഗവും സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ആട്ടിൻകുട്ടിയുടെ ചെവി മുറിഞ്ഞ ആട്ടിൻകുട്ടിയെ ആരും മേടിക്കാറില്ല, ജീവനുണ്ടെങ്കിൽ പോലും. അപ്പോൾ പിന്നെ ചെവി മുറിഞ്ഞതും ചത്ത് കിടക്കുന്നതുമായ ഈ ആട്ടിൻകുട്ടി ആരെങ്കിലും വാങ്ങുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത്ര നിസ്സാരമാണ് ഈ ആട്ടിൻകുട്ടിയുടെ വില, അത്ര നിസ്സാരമാണ്. നിങ്ങൾ കണ്ട അത്രയും പോലും അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ദുനിയാവിന് വിലയില്ല. അത്ര നിസ്സാരമാണ് അള്ളാഹുവിന്റെ ഈ ദുനിയാവ്. അപ്പൊ ആ നിസ്സാരമായ ദുനിയാവിൽ നിന്നാണ് നിങ്ങൾക്ക് വാരിക്കോരി തന്നത്. അതുമായിട്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. എവിടേക്കാ? അള്ളാഹുവിന്റെ അടുത്തേക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കൊണ്ടുചെല്ലേണ്ടത് എന്താണ്? നല്ല ഭാരമുള്ള, മൂല്യമുള്ള ലഗേജുമായിട്ട് കടന്നു പോകണം. അതിന് പകരം ഈ പറഞ്ഞ കുറെ കെട്ടുകാഴ്ചകളിൽ, സ്നേഹത്തിന്റെ അമിതമായ കുറെ കെട്ടുകാഴ്ചകളിൽ കുറെ അലങ്കാരങ്ങൾ എടുത്തണിഞ്ഞ് അതാണ് ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അടിവരയാണ് ഈ വർത്തമാനം. സത്യവിശ്വാസിയുടെ സമ്പത്തും ശരീരവും അള്ളാഹു വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയവനാണ് അധികാരമുള്ളത്. ആ വാങ്ങിയവൻ നിങ്ങൾക്ക് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ നടത്തൂ, നിങ്ങൾ കൈകാര്യം ചെയ്യൂ, ഞാനൊന്ന് നോക്കട്ടെ, എന്റെ തൃപ്തി, എന്റെ ഇഷ്ടം, അത് മാത്രം നിങ്ങളൊന്ന് പരിഗണിച്ചാൽ മതി. അപ്പൊ അള്ളാഹുവിൽ നിന്ന് നമ്മെ മറപ്പിച്ച് കളയാവുന്ന ഒരുപാട് ദുനിയാവിന്റെ മായാ പ്രപഞ്ചത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ജീവിതം പിന്നെയും പിന്നെയും ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? തിരുത്താനുള്ളതാണ്. ഇവിടെ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. തിരുത്താൻ പറ്റാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെന്നതിന് ശേഷം നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കൈവിരൽ കടിച്ച് നിൽക്കേണ്ടി വരില്ലല്ലോ. അതിനു മുമ്പ് ദുനിയാവിൽ നിന്ന് പാകപ്പെടുത്തിയെടുക്കണം. അതിനുള്ള അവസരമാണ് നമ്മുടെ ഈ ജീവിതം. നമുക്ക് നമ്മളിലേക്ക് നോക്കാനുള്ള അവസരം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കാനുള്ള അവസരം. നമ്മളെ അള്ളാഹുവിൽ നിന്ന്, എല്ലാ മനുഷ്യരെയും അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കുന്നത് ഒരേ ഘടകം തന്നെയല്ല. എല്ലാവരുടെയും പരീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ പരീക്ഷിക്കുന്നതല്ല നിങ്ങളെ പരീക്ഷിക്കുക, നിങ്ങളെ പരീക്ഷിക്കുന്നതല്ല മറ്റുള്ളവരെ പരീക്ഷിക്കുക. എല്ലാവർക്കും വ്യത്യസ്തമാണ്. അപ്പൊ ഓരോരുത്തർക്കും അറിയാം എന്റെ പരീക്ഷണം എന്താ, അള്ളാഹുവിൽ നിന്ന് എന്നെ മറപ്പിക്കുന്നത് എന്താ. അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അള്ളാഹുവിനെ സ്നേഹിക്കാൻ തടസ്സമായി തീരുന്ന ഏതെല്ലാം സ്നേഹങ്ങൾ എൻ്റെ മുമ്പിലുണ്ടോ, ആ സ്നേഹങ്ങളെല്ലാം മധുരം പുരട്ടിയ വിഷക്കായകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളാൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ.